ഹലോ എവരിവൺ, വെൽക്കം ടു ട്രാവൽ ടിപ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ യാത്ര പോവാണ്. നമ്മുടെ കാറിലല്ല പോകുന്നത്, ട്രെയിനിലാണ് പോകുന്നത്. എവിടേക്കാണെന്ന് അറിയോ? ഞങ്ങളൊരു 5 ദിവസത്തെ മൺസൂൺ ട്രക്കിംഗ് ആൻഡ് മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കേരളത്തിലല്ല, മഹാരാഷ്ട്രയിലത്തെ. എല്ലാവർക്കും അറിയാം, ലോണാവാല, മാതേരനൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മൺസൂണിൽ ലോണാവാലയും മാതേരനും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മഹാരാഷ്ട്രയിലെ മൺസൂൺ എങ്ങനെയുണ്ട് നോക്കാം. യെസ്, നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട്. സോ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ദിസ് ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ഇതാണ് KSR ബാംഗ്ലൂരു. FDC എന്ന് പറയും, മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയും. ഇത് ബാംഗ്ലൂർ തന്നെ വൺ ഓഫ് ദ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ വരുമ്പോഴൊക്കെ വന്ന് ഇറങ്ങുന്നതൊക്കെ ഇവിടെ ആയിരിക്കും. ഇത് മജസ്റ്റിക്കിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ട്രെയിനുള്ളത് നമുക്ക് ഇവിടെ നിന്നാണുള്ളത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ സമയം കാണിക്കുന്നത് 3:45. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണുള്ളത്. ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 4. Okay. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. KSR ബാംഗ്ലൂർ. നമുക്ക് ഇവിടെ നിന്നാണ് ട്രെയിൻ വരുന്നത്. ഈ ട്രെയിന് കുർള എക്സ്പ്രസ് ആണ്. നമ്മുടെ ട്രെയിൻ ഒന്ന് ഓൺ ടൈം ആണ് കേട്ടോ. നമ്മളപ്പോൾ ട്രെയിനിൽ കയറി. ഇത് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്ന കോയമ്പത്തൂർ ടു ലോകമാന്യ തിലക് എക്സ്പ്രസ്സിലെ എല്ലാ ദിവസവും ഉള്ള ട്രെയിനാണ്. നമ്മളിവിടെ ബാംഗ്ലൂരിൽ നിന്ന് 4 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണിക്ക്. ആക്ച്വലി ഞങ്ങൾ രണ്ടാളും 2 സീറ്റാണ് കിട്ടിയത്. ഞാൻ 79 ഉള്ള 35 ആയിരുന്നു. എൻ്റെ ലാസ്റ്റ് മിനിറ്റിലാണ് കൺഫേം ആയത്. RAC ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി കുറച്ച് മുന്നേ ബുക്ക് ചെയ്തായിരുന്നല്ലേ, 1 മാസം മുന്നേ ബുക്ക് ചെയ്തായിരുന്നല്ലേ. 1 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് കൺഫേം ആയത്. വേറെ നമ്മൾ 1-2 ട്രെയിനുകൾ കണ്ടായിരുന്നു. ഏതൊക്കെയാണ്? 2 ട്രെയിൻ ഉണ്ട്. ഒന്ന് കേരളപുരത്ത് നിന്നുണ്ട്. കേരളപുരത്ത് 8 മണിക്ക് എടുത്തിട്ട് പൂനെ 7 മണിക്കാണ് എത്തുന്നത്. പിന്നെ ഒന്നുള്ളത് വേറെ SBC തന്നെ ഒരു ബാംഗ്ലൂരിൽ നിന്ന് തന്നെ 8:40 എടുക്കുന്ന ട്രെയിൻ ഉണ്ട്. പൂനെ അതുകൊണ്ട് 4 മണിക്ക് എത്തില്ലേ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഫുള്ള് വേസ്റ്റ് ആകും. അതുകൊണ്ടാണ് നമ്മൾ ആ ട്രെയിൻ എടുക്കാണ്ട്. ഇത് 4 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ 10 മണിക്ക് എത്താം. അപ്പം നാളെ ആ ദിവസം നമുക്ക് പൂനെ കറങ്ങാനുള്ള ഗ്യാപ്പ് കിട്ടും. സമയം 4:20 4:30 ആവാറായി സമയം. ട്രെയിന് ഇപ്പോഴും എടുത്തിട്ടില്ല. 4 മണിക്ക് ഇവിടെ നടക്കുന്ന ട്രെയിനാണ്. പക്ഷേ 1 മണിക്കൂറായിട്ട് ലേറ്റാണ്. സാധാരണ 1 മണിക്കൂർ ഈ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട് തന്നെയാണ് നമ്മളിവിടെ നേരത്തെ ട്രാവൽ ചെയ്തപ്പോൾ ചേട്ടന്മാർ പറഞ്ഞത്. യെസ്, ട്രെയിൻ എടുത്തു. ഇപ്പം എടുത്തു. ഫുള്ള് നമുക്ക് കശുമാവിന്റെ ദൃശ്യമാണ്.
കുറെ കാലമല്ലേ ട്രെയിനിൽ പോയിട്ട്? ലാസ്റ്റ് നമ്മളെങ്ങോട്ട് ഗോവ പോയതല്ലേ ട്രെയിനില്? 2022 പോയി. അല്ലേ? അതിനുശേഷം ട്രെയിനിലും അങ്ങോട്ടല്ലോ. അതെന്താ വെച്ചാൽ നമ്മള് എപ്പോഴും നാട്ടിൽ പോകുമ്പോഴാണ് പോവാ. നാട്ടിലെന്താ വെച്ചാൽ വൈകുന്നേരം കയറും, രാവിലെ പുലർച്ചെ ആകുമ്പോഴേക്കും എത്തും. അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്ന് ഒരുപാട് ടൈമായിട്ട് പോയിട്ടൊന്നുമില്ല. ഞാൻ ഇത്ര ലോങ് ട്രെയിനിൽ അധികം പോയിട്ടില്ല. നാട്ടില് പോയിട്ടുണ്ട്, പിന്നെ ഗോവയ്ക്ക് പോയിട്ടുണ്ട്. വേറെ ട്രെയിനിൽ അങ്ങനെ ലോങ് നമ്മൾ പോയിട്ടില്ല. നിങ്ങൾ നവോദയയിൽ പോകുമായിരുന്നു? ഓ തുടങ്ങി, നവോദയ കഥ തുടങ്ങി. എത്ര ദിവസം ഉണ്ടായിരുന്നു രാജസ്ഥാനില്? രാജസ്ഥാനിൽ ഞങ്ങൾ പോകുമ്പോ എനിക്ക് തോന്നുന്നു 2-2.5 ദിവസം, കേരളത്തിൽ നിന്ന് രാജസ്ഥാനിൽ എത്തണ വരെ. ഇതുവരെ ലോക്കൽ ട്രെയിനിൽ കയറിയിരുന്ന് ഗെയിംസ് ഒക്കെ കളിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒരു വഴിക്കാവും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ലോങ് ഒക്കെ പോയിട്ട് അവിടെ എത്തുമ്പോഴില്ലേ ട്രെയിൻ സിക്നസ് ഒക്കെ അടിക്കും. അതായത് നമ്മള് 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ സ്റ്റേഷനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യണ പോലെ ഉണ്ടാവും. ആ ശരിയല്ലേ, ട്രെയിനിൽ ഇളക്കായിട്ട് അങ്ങനെ ആ ഒരു മസിൽ മെമ്മറി ഒന്നും ഉണ്ടാവൂലോ. പിന്നെ ആ സമയത്തില്ലേ ഞങ്ങള് ട്രെയിനിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് അവസാനമായിട്ട് ട്രെയിൻ ഭക്ഷണം കഴിച്ചത്. പക്ഷെ എനിക്ക് അപ്പം കിട്ടുന്ന ചോറുണ്ടാലും ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രെയിനിൽ. ട്രെയിനിലുള്ള ഫുഡാണോ വാങ്ങി കഴിക്കുക? അപ്പോഴൊക്കെ നമുക്ക് ഷെഡ്യൂൾഡ് 2 ദിവസം ഉണ്ടാവില്ല. 2 ദിവസം, 2.5-3 ദിവസം, 2 ദിവസം ഉണ്ടാവും. അതിൽ കൂടുതലുണ്ടാവും. എനിക്ക് ഇഷ്ടമേ അല്ല ട്രെയിനിൽ ഫുഡ് കഴിക്കുന്നത്. ഉറക്കാനില്ല. മറ്റേ പ്രോപ്പർ സീറ്റ് കിട്ടാത്തോണ്ടേ. സൂപ്പർ സീറ്റ് അല്ല, വിൻഡോ സീറ്റ് കിട്ടുന്നുണ്ട്. വിൻഡോ സെറ്റ് ഒക്കെ കഴിച്ചാൽ കണ്ട് പോകാൻ പറ്റുന്നില്ല അല്ലേ? നമ്മളപ്പോ അങ്ങനെ ധർമ്മവരം ജംഗ്ഷൻ എത്തി. ഇത് കർണാടക ആന്ധ്ര ബോർഡറാണ്. അപ്പൊ ഞങ്ങൾ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് വണ്ടി കുറച്ചു നേരമായി ഇവിടെ അങ്ങനെ നിർത്തിയിട്ടേക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ വെറുതെ ഇറങ്ങിയതാണ്. ഈ ട്രെയിനിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് 4 സ്റ്റേറ്റ് കൂടെ പോകുന്നുണ്ട്. അത് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കും, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ, കർണാടകത്തും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആന്ധ്ര കയറും. അതിന് ശേഷം ആന്ധ്രയിൽ നിന്ന് പിന്നെ വീണ്ടും ഒന്നുകൂടി കർണാടക കയറി നേരെ മഹാരാഷ്ട്ര കയറും, പൂനെ. അങ്ങനെ ഞങ്ങളുടെ പൂനെത്തി. സമയം 10:30. യാത്രയായിരുന്നു. രാത്രി വൈകിട്ട് 4 മണിക്ക് കയറിയിട്ട് ഇപ്പോ രാവിലെ 10:30 ഞാൻ പൂനെത്തി. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മള് പൂനെ എത്തി നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ലൈറ്റ് മഴയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഓട്ടോയില് റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ എടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ വന്നു. നമ്മൾ ഇന്ന് ഇവിടെയാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്ലാനൊക്കെ നമുക്ക് റൂമിൽ പോയി ചെക്ക് ചെയ്തിട്ട് പറയാം. കുഴപ്പമില്ലാത്ത ഏരിയ അല്ലേ? നൈസായിട്ടുണ്ട്. നല്ല അത്ര തിരക്കുണ്ടോ വെച്ചാൽ അത്ര തിരക്കില്ല, എന്നാ അത്യാവശ്യം തിരക്കുള്ള ഏരിയ. നമ്മൾ റൂമിലൊക്കെ കയറി ഫ്രഷപ്പായി ജസ്റ്റ് ഒന്ന് പൂനെ സിറ്റി കാണാൻ ഇറങ്ങിയിരിക്കും. സമയം ഏതാണ്ട് 12:30 ആയിട്ടോ. നല്ല മഴക്കാണ്. ആക്ച്വലി ഞങ്ങള് ട്രെയിനിൽ വന്നപ്പോ തന്നെ 10:30. പിന്നെ ഇവിടെ വന്ന് ചെക്കിനൊക്കെ ചെയ്ത് ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഈ പൂനെ സിറ്റിയിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ എന്തൊക്കെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് കണ്ടേ ഒരു ടെമ്പിൾസ് 1-2 കണ്ടു. അതെ, 1-2 ഗാർഡൻ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. അധികം സമയമൊന്നുമില്ല നമുക്ക്. നമ്മുടെ ഇന്നത്തെ പ്ലാന്
രാത്രി 9 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു പിക്കപ്പ് ഉണ്ട്. ഒരു ടീമിന്റെ കൂടെ നമ്മൾ നാളെ രാവിലെ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ രാത്രി 9 മണിക്ക് പിക്കപ്പ്. അതിനുശേഷം അവര് ആ ട്രക്കിംഗ് സ്പോട്ടിലിന്റെ ബേസ് ക്യാമ്പ് വരെ കൊണ്ടുപോകും. അവിടെ നിന്ന് രാവിലെ ഒരു 6:30 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ട്രക്കിങ് ഫുൾ ഡേ അവരിവിടെ ട്രക്കിങ്, പിന്നെ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ ഒരു ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളിപ്പോ ഉള്ള സ്ഥലം ആക്ച്വലി ശിവാജി നഗർ ആണ് അല്ലേ? ഇവിടെയും പൂനെയിലും ഉണ്ട് ശിവാജി നഗർ, എല്ലാവിടെയും ഉണ്ട്. ഞാൻ ആക്ച്വലി ഇന്നലെ ആ ചെക്കന്മാരോട് വിളിച്ചിട്ടേ ശിവാജി നഗറാണ് പുള്ളി കഴിക്കണത്. മുംബൈ ശിവാജി നഗറാണ്, പൂനെ ശിവാജി നഗറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടെ ആക്ച്വലി നമ്മുടെ സ്റ്റേജിന് അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ ടെമ്പിളിലേക്ക്. നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തോ. സിറ്റി സെന്റർ ആണെങ്കിലും അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം അല്ലേ? സിറ്റി സെന്റർ ഇത് കുറച്ച് ഇതിപ്പോ നമ്മൾ MG റോഡൊക്കെ പോയി വെച്ചാൽ ഉള്ളിക്കുണ്ടാവില്ല. നമുക്ക് നിറയെ സറോക്സൈഡുകള് ഇവിടെ ചിലപ്പോ വല്ല യൂണിവേഴ്സിറ്റി എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ, അതിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് ഓഫീസ് ഉണ്ടാവും. അതായിരിക്കും ഇവിടെ എന്തൊരു ഓഫീസ് കാണുന്നുണ്ട്. നമ്മളിവിടെ വരുമ്പോ തൊട്ടിട്ടേ ഫുള്ള് മോഡേൺ കണ്ടിട്ടോ. മോഡേൺ ആർട്സ് കോളേജ് അപ്പുറം കണ്ടു. ഇത് മോഡേൺ ആൾക്കാരുടെ രാജ്യമാണ്. ഇവിടെ മോഡേൺ കോളേജിന്റെ, മോഡേൺ സ്കൂളിന്റെ, മോഡേൺ മെഡിക്കൽ കോളേജിന്റെ, മോഡേൺ ആർട്സ് കോളേജിന്റെ, മോഡേൺ സ്പോർട്സ് ക്ലബ് ഉണ്ട്. ഇനി മോഡേൺ വേറെ എന്തെങ്കിലും ഉണ്ടാവും. മോഡേൺ സ്കൂളും കണ്ടല്ലേ? ഹയർ സെക്കൻഡറി സ്കൂള്. വെതർ നല്ല രസമുണ്ട് അല്ലേ? ബാംഗ്ലൂരിലൊക്കെ അതേ വെതർ, ചൂടില്ല, മഴക്കാലം ആയതുകൊണ്ടായിരിക്കും. ബാംഗ്ലൂരിലൊക്കെ അതേ വെതർ. പക്ഷേ മഴ പെയ്ത ആകെ ചളിവിളിയാവും. മഴ പെയ്ത് കുറച്ച് ചളിവിളിയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ചു നേരമായി നടക്കുന്നു. എത്താറായോ? ആയി 5 മിനിറ്റ് കൂടെ. അപ്പൊ നമ്മള് അവിടെ നടന്ന് മെയിൻ സിറ്റി സൈഡിലേക്ക് എത്തി. ഇതാണ് JM കോർണർ. ഇവിടെയാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് പാതാളേശ്വർ കേവ്സും ടെമ്പിളൊക്കെ ഉള്ളത്. ഇത് സിറ്റിയുടെ സെന്ററിൽ തന്നെ പഴയ അതെ കേവ് ടെമ്പിൾ ആണ്. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നല്ല വലിയൊരു മരം ഉണ്ട് കേട്ടോ. പ്രോഹിബിഷൻ റൂൾസ് ആണല്ലോ, ഇതിന്റെ ഹിസ്റ്ററി അല്ലേ എഴുതിയിട്ടില്ലേ? സംഭവം തന്നെ ഉണ്ടല്ലോ, നല്ല വലിയ ആള്. അപ്പൊ ഇതാണ് പാതാളേശ്വർ ടെമ്പിൾ. ഇതെന്താ ഇതിവിടെ നമ്മുടെ എല്ലോറ ടെമ്പിളൊക്കെ പോലെ ആ ഒരു പാറ കണ്ടില്ലേ? അവിടെ നിന്നുള്ള പാറ ഫുള്ള് കൊത്തിയെടുത്ത് ഉണ്ടാക്കിയത് പോലെ ഉണ്ട്. ചുറ്റും ചിരണ്ടി എടുത്തിട്ട് നടുവിൽ ഇത് മാത്രം ബാക്കി വെച്ച പോലെ. അങ്ങനെയുള്ള അതേപോലെ തന്നെ ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. കൊള്ളിക്ക് കയറിയൊക്കെ ഇവിടെ പിന്നെ കുറെ പേര് വരുന്നത് ടൂറിസ്റ്റ് പ്ലേസ് പോലുള്ള സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക്കൊന്നും വലിയ പ്രശ്നമില്ല തോന്നുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടല്ലേ? ഇവിടെയൊക്കെ കേവ്സ് ഉണ്ട്. പണ്ടുണ്ടാക്കിയത്. കുഴി ഉണ്ടല്ലോ, കുഴി, എന്തോ ഒരു കുഴി. ഇവിടെയൊക്കെ എന്തോ ഉണ്ടായിരുന്നടാ. ഇത് ശരിക്കും അതേപോലത്തെ കേവ് ടെമ്പിൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ അവിടെ എല്ലോറയിലൊക്കെ ഒരുപാട് കൊത്തുപണികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലെയിൻ ആണ്. പില്ലേഴ്സിന്റെ ചുമരെല്ലാം പ്ലെയിൻ ആണ്. അങ്ങനെ അവര് കൊത്തുപണി നല്ല രസമുണ്ട് അല്ലേ? കൊള്ളാം. പാറ ഫുള്ള് കൊത്തിയെടുത്ത തന്നെയാണ്. എങ്ങനെയാണ് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് കൊത്തുപണികളോ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാം വളരെ പ്ലെയിൻ ആണ്. ഇതാണ് അതിന്റെ ബാക്ക് സൈഡ്. ഇവിടെ കണ്ടോ വോളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു JCB ഒക്കെ ഒന്ന് തരുന്ന പോലെ ഇല്ലേ? അപ്പൊ ഹാൻഡ് വർക്ക് ആയിരിക്കണം. അവര് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് സെന്ററിൽ ടെമ്പിള്, ചുറ്റും ഇങ്ങനെ കുറച്ച് പില്ലേഴ്സ്. കേവ് ടെമ്പിൾസ് നമ്മളെങ്ങടാ പോകുന്നത്? ശനിവാർ വാദ അല്ലേ? ഫോർട്ടാണോ? മേ ബി മറാഠി ഫോർട്ട് ആയിരിക്കും, അറിയില്ല. ഫോർട്ടാണ്. ഒരു കുറച്ച് അധികം വലിയ പഴക്കമൊന്നും ഇല്ലാത്ത ഒരു 70s ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർട്ടാണ് ശനിവാർ വാദ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം.
നല്ല രസമുള്ള റോഡ്, രണ്ട് സൈഡും മരങ്ങളും. പിന്നെ ഇത് ഒരു ബ്രിഡ്ജാണ്, അവിടെ ഒരു റിവർ ഉണ്ട്, നമുക്ക് അവിടെ പോവാം. എന്താ പാർക്കിംഗ്? ഓ, എല്ലാം കുറച്ച് പഴയ പഴയ ബിൽഡിങ്ങുകളാണ്. നമ്മൾ മുംബൈ പോകുമ്പോഴങ്ങനെയല്ലേ? എല്ലാം കുറച്ച് പഴയ പഴയ ബിൽഡിങ്ങുകളാണ്. ചിലതൊക്കെ നമുക്ക് വീട് തോന്നും, പക്ഷെ അതിലൊക്കെ ഓഫീസുകളാണ് ഉണ്ടാവുക. ഓഫീസ്, സ്പാ, ക്ലിനിക്കുകള്. അങ്ങനെ മഴ അങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി റോഡ്. ഇവിടെ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ബസ് സെന്റർ, മെട്രോ സ്റ്റേഷനാണ്. പൂനെയിൽ മെട്രോ ഉണ്ടറിയാലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ മെട്രോന്റെ കുറെ ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ശനിവാരവാടയിൽ പോകുന്ന വഴിക്കുള്ള ഒരു റിവറാണ്. നല്ല ഭംഗിയുള്ള ബ്രിഡ്ജ് ഉണ്ട്. റിവറിന്റെ പേരാണ് മുതാ റിവർ. പഴയ ബ്രിഡ്ജാണല്ലോ അല്ലേ, ഫുള്ള് കരിങ്കല്ലോണ്ട് കെട്ടിയിട്ടുള്ളത്. ലൈറ്റ് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പഴയ കാസ്റ്റ്, പക്ഷെ വെള്ളമൊക്കെ നല്ല വൃത്തിയിട്ടാണ്. സകല വേസ്റ്റ് ഇതിലേക്കാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതാണ് ശനിവാർ വാദ. ഇവിടെ 2 എൻട്രി ഗേറ്റ് ഉണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിലൊരു ഗേറ്റ് ഉണ്ട്, റൈറ്റ് സൈഡിലൊരു ഗേറ്റ് ഉണ്ട്. ഇത് ബേസിക്കലി ഇത് പണ്ട് മറാത്ത ഭരിച്ചിരുന്ന പേഷ്വാർ രാജ എംപയർ ഉണ്ടല്ലോ, അവരുടെ മന്ത്രിമാർക്ക് വേണ്ടി നിർമ്മിച്ച അവര് താമസിക്കുന്ന ഒരു കോട്ട പോലുള്ള സ്ഥലമായിരുന്നു. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ വന്ന് കൈയടക്കി അവര് അതിന് ആധിപത്യം സ്ഥാപിച്ചു. ഇവിടെ നമുക്ക് ടിക്കറ്റ്സ് കൗണ്ടറായിട്ടൊന്നും കിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഈ ഫ്ലൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപ. ടിക്കറ്റ് ഒക്കെ നമ്മളിങ്ങനെ എൻട്രി ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെയാണ് എൻട്രി ഇങ്ങനെ കയറി വന്നാല് ആക്ച്വലി ഇവിടെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പം അതെല്ലാം തകർത്തിട്ടുള്ള രീതിയിലാണ്. 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഇത് 1800-കളിൽ ഇവിടെ ഒരു തീപിടുത്തം വന്ന് നശിച്ചു പോയതാന്ന് പറയുന്നുണ്ട്. അതും അല്ലാണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് അവർ കൈയടക്കിയിട്ട് നശിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ 4 പേരും കോട്ടമതിലാണ്. ആ കോട്ടമതിൽ 4 നമ്മുടെ പാലക്കാട് കോട്ടയ്ക്ക് പോലെ കോട്ടമതിൽ 4 പേർ നമുക്ക് നടക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു മെയിൻ ബിൽഡിങ് ഫുള്ളായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ആക്ച്വലി ഈ കോട്ടമതിൽ മാത്രമേ ഉള്ളൂ, വേറെ ബിൽഡിംഗ് ആയിട്ടൊന്നും പ്രോപ്പറായിട്ടൊന്നുമില്ല. ഗാർഡൻ പോലെ വെച്ചിരിക്കുക. ഗാർഡൻ ഒക്കെ ഉണ്ട്. കയറി കഴിഞ്ഞാൽ ഈ കോട്ടയുടെ അതിലേക്ക് കയറാം. അവിടെ നിന്ന് നിൽക്കുന്നത് ആക്ച്വലി വലിയൊരു ഏരിയൽ വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ കോട്ടയുടെ പണ്ടത്തെ കാവൽ ഭാഗങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ടോപ്പിൽ നേരത്തെ കണ്ടൊരു മട്ടുപാവില്ല, അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇത് മെയിൻ ഗേറ്റിൻ്റെ എൻട്രൻസ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ കാണാം ചുറ്റും ഒരു സ്ക്വയർ പ്ലോട്ടാണ്. അതിൽ സെൻട്രലായിട്ടായിരിക്കണം ബിൽഡിങ്ങും അല്ലെങ്കിൽ രാജമന്ത്രിയുടെ വീടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇന്ന് അങ്ങനെ കാര്യമായിട്ട് കറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ല. സോ ഇവിടെ അടുത്തുണ്ടായിരുന്ന 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ പോയി കറങ്ങി കണ്ടു വന്നത്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. നാളെ ട്രക്കിംഗ് ഉണ്ട്, അപ്പോൾ കുറച്ചധികം റെസ്റ്റ് എടുക്കണം, പോകണം. ട്രക്കിങ്ങിൻ്റെ കാര്യം കൺഫേം അല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ്, അതുകൊണ്ട് 50-50 ചാൻസ് ആണ്. മാറുന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഉദ്ദേശിച്ച ട്രക്കിങ് ചിലപ്പോൾ പോവില്ല, ഇപ്പോൾ വേറെ ഏതെങ്കിലും ട്രക്കിങ്ങിന് പോകുന്നുണ്ടാവും. ഓക്കെ.
അപ്പോൾ നമുക്ക് പോയി ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം കുറച്ച് നേരം. അങ്ങനെ ഫൈനലി നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് മാനസ്. ഞാൻ കണ്ടില്ല, ഇവിടെ കണ്ടാലും വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റ് ആട്ടോ. ഇരുന്ന് ഫൈൻ ഡൈനിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. സ്റ്റാർട്ടർ 400 രൂപ ഉണ്ട്. 500, 500, 600. പക്ഷെ ക്വാണ്ടിറ്റി ഇവിടെ കൂടുതലാണോ? ബിരിയാണിക്ക് വലിയ ക്വാണ്ടിറ്റി കാണുന്നുണ്ട്. നോക്കാം, വന്നിട്ട് നോക്കാം. പക്ഷെ ഇവിടെ അധികം അങ്ങനത്തെ ഇവിടുത്തെ എല്ലാവരും വടപാവ് വെച്ച് ജയിക്കുന്ന ആൾക്കാരാവുന്നുണ്ട് രാവിലെ. റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഒരുപാടില്ല. നമ്മൾ വരുന്ന വഴിയിലൊന്നും ഇങ്ങനെ അധികം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ല. ഇങ്ങനെ ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് ഒന്നും അധികം കണ്ടില്ല. നമ്മൾ ഒരു ചിക്കൻ സ്റ്റാർട്ടറാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ ബിരിയാണി. ആ സ്റ്റാർട്ടർ ആണുണ്ട്. ജസ്റ്റ് ഫ്രൈ. എന്ത് ബിരിയാണിയായിരുന്നു? ചിക്കൻ ദം ബിരിയാണി ഇല്ലേ? എവിടെ പോയാലും മീൻ ബിരിയാണി. പൂനെ വന്നിട്ട് ബിരിയാണി. ദിസ് ലുക്സ് ആ പ്ലേറ്റ് ഒക്കെ ചെയ്തായിരുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ചീസ് ഇട്ടിരിക്കുന്നു. ചീസ് കറി. നിന്റെ പേരെന്ത്? എന്തോ സാധനം, എന്തോ ഒരു കബാബാണ്. നല്ല ചിക്കൻ, നല്ല രസമായിട്ടുള്ള മസാല. ഓവർ സ്പൈസി അല്ല. ബിരിയാണി ആക്ച്വലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഭയങ്കര പ്ലെയിൻ ഹൈദരാബാദി ബിരിയാണി പോലത്തെ ഒരു ബിരിയാണിയാണ്. പക്ഷെ കൊള്ളാം, ക്വാളിറ്റി ഉള്ള ബിരിയാണിയാണ്. നമുക്ക് ആ ഒരു എനിക്ക് അത്ര കണ്ട് സ്പൈസി ഉപ്പൊക്കെ ഇല്ലാത്ത പോലെ തോന്നി. ഇതിൻ്റെ കൂടെ വന്ന കറിയാണ്. ഈ മുകളിൽ ലെയർ ഫുള്ള് തന്നെ. ഇതാണ് കറി. ഹലോ എവരിവൺ. ഹലോ. നമ്മൾ രാവിലെ 6:45 സമയം. ഇന്നലത്തെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഇന്നലെ രാത്രി ഇവിടുത്തെ ട്രക്കിംഗ് ടീമിൻ്റെ കൂടെ പോവുക, അതുപോലെ ട്രക്കിങ്ങിന് പോവുക. ഒന്നില്ലെങ്കിൽ കാലു പാൽസ് അല്ലെങ്കിൽ അദ്രൈ ജംഗിൾ ട്രക്ക് ആയിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ മഴ കാരണം അൺഫോർച്ചുനേറ്റ്ലി 2 ട്രക്കിങ് ക്യാൻസലായി. നമ്മളവർ റീഫണ്ടൊക്കെ തന്നു. അപ്പോൾ വി ആർ സ്റ്റക്ക് ഇൻ പൂനെ. പിന്നെ പ്രത്യേകിച്ച് എന്താ പ്ലാൻ ഉള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇവിടുന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ലോണാവാല പോവാണ്. നമ്മൾ ഇന്നലെ ലോണാവലയിലുള്ള ജീപ്പ് ഡ്രൈവർ നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ അവിടുത്തെ ട്രക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ രാജ്യം വെച്ച് മെയിൻ ട്രക്ക് ചെയ്യണം, പിന്നെ ഏതെങ്കിലും 1-2 ചെറിയ ട്രക്ക് ചെയ്യണം എന്നുള്ള പ്ലാനിലായിരുന്നു വന്നത്. സോ വി ആർ ബാക്ക് ടു അവർ ഒറിജിനൽ പ്ലാൻ. യെസ്. അപ്പോൾ നമ്മൾ രാവിലെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് പോവാണ്. ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. ഓക്കെ, ബൈ. നമ്മുടെ പ്ലാൻ വീണ്ടും പാളിയിരിക്കുന്നു. പെട്ടെന്ന് വെള്ളം വന്നിട്ടാ എന്റെ ഡ്രോൺ പറത്താൻ വേണ്ടി വന്നാണ്. പക്ഷെ ഇവിടെ ഞങ്ങളെ പറന്നു വന്ന കൊല്ല കാറ്റ. പാവം നമ്മുടെ നീയോ എന്തായാലും പറന്നു പോകും. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം ലണാവിൽ എത്തിയിരിക്കുന്നു. ഞാൻ 2018 വന്നിട്ടുണ്ട്.